നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒരു ഡീമൈലിനേറ്റിംഗ് രോഗമാണ്. നമ്മുടെ ശരീരത്തിൽ തലച്ചോറ്, നട്ടെല്ലിന് പുറകിലുള്ള സ്പൈനൽ കോഡ്, കണ്ണ്, ഈ 3 സ്ഥലത്തുള്ള ഞരമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഞരമ്പുകൾക്ക് ചുറ്റും ഒരു കോട്ടിംഗ് ഉണ്ട്. നമ്മുടെ കറണ്ട് കമ്പിക്ക് ചുറ്റും വയറുള്ളതുപോലെ. ഈ കോട്ടിങ്ങിൻ്റെ പേരാണ് മയലിൻ ഷീത്ത്. ഇവിടെ ഈ പടത്തിൽ നോക്കിയാൽ മയലിൻ ഷീത്ത് കവർ ചെയ്ത ഒരു സെൽ, അതായത് ന്യൂറോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മയലിൻ ഷീത്ത് എന്ന് പറയുന്ന കവറിങ് ഉള്ളതുകൊണ്ടാണ് ഞരമ്പുകൾക്ക് വേഗത്തിൽ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ പറ്റുക. എന്തെങ്കിലും കാരണത്താൽ ഈ ഞരമ്പുകൾക്ക് ചുറ്റുമുള്ള കോട്ടിംഗ് അഥവാ മയലിൻ ഷീത്ത് ഡാമേജ് ആയാൽ അത് ഞരമ്പുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കാം. ചിലപ്പോഴൊക്കെ ഞരമ്പിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടാം. അങ്ങനെ ഞരമ്പുകളുടെ പ്രവർത്തനം ഡാമേജ് ആവുകയും തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒരു ഇമ്മ്യൂൺ മീഡിയേറ്റഡ് രോഗമാണ്. എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ ശരീരത്തിൽ രോഗങ്ങൾക്കെതിരെ സംരക്ഷണം തരുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. ചിലപ്പോഴൊക്കെ ഈ ഇമ്മ്യൂണിറ്റി തെറ്റിദ്ധരിച്ച് ശരീരത്തിനെ തന്നെ ആക്രമിക്കും. അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ ആക്രമിക്കപ്പെടുന്നത് ഞരമ്പുകളാണ്. ഞരമ്പുകളുടെ ഡാമേജ് ഉണ്ടാകുമ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് വരുന്ന കാഴ്ചയുടെ മങ്ങൽ, അത് ഒരു കണ്ണിനെയോ 2 കണ്ണിനെയോ ബാധിക്കാം. കൈകൾക്കും കാലുകൾക്കുമുള്ള ബലക്കുറവ്, കൈക്കും കാലിനുമുള്ള മരവിപ്പ്, നടക്കുമ്പോൾ വേച്ചു പോവുക, മൂത്രമൊഴിക്കാനായിട്ട് കൺട്രോൾ കിട്ടാതിരിക്കുക, ചിലപ്പോഴൊക്കെ പോയി നിന്നാൽ ഉടനെ മൂത്രം വരാതിരിക്കുക. പിന്നെ പലപ്പോഴായി ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ സ്ഥിരമായ ബലക്കുറവും കാഴ്ചയ്ക്ക് നഷ്ടവും ഓർമ്മപ്പെശകും വരെയൊക്കെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ ഉണ്ടാകാം. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒരു റിലാപ്സിംഗ് റെമിറ്റിംഗ് അസുഖമാണ്. എന്ന് വെച്ചാൽ വരികയും പോവുകയും ചെയ്യും. ഒറ്റ തവണ മാത്രം ഉണ്ടാകുന്ന രോഗമല്ല മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഒരു തവണ കാഴ്ചയ്ക്ക് മങ്ങലാണ് എങ്കിൽ മറ്റൊരു തവണ ബലക്കുറവോ വേച്ചുപോകലോ ആയിരിക്കാം. സമയത്ത് ചികിത്സിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ അറ്റാക്കിൽ നിന്ന് റിക്കവർ ചെയ്യാനായി സഹായിക്കും. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണോ എന്നത് എന്തൊക്കെ പരിശോധനകളിലൂടെയാണ് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുക? ഏറ്റവും പ്രധാനപ്പെട്ടത് MRI ആണ്. തലയുടെയും സ്പൈനൽ കോഡിൻ്റെയും MRI ചെയ്ത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിലേക്ക് സൂചന നൽകുന്ന രീതിയിലുള്ള പാടുകൾ അഥവാ പ്ലാക്സ് തലച്ചോറിലോ സ്പൈനൽ കോഡിലോ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. കണ്ണിൻ്റെ പരിശോധനയാണ് രണ്ടാമത്തേത്. കണ്ണിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കൊണ്ട് ഞരമ്പിന് ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്നത് വിഷ്വൽ ഫീൽഡ് OCT എന്നൊക്കെ പറയുന്ന ചില ടെസ്റ്റുകളിലൂടെ നമ്മൾ പരിശോധിക്കും. പിന്നെ നട്ടെല്ലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യും. അതിന് ലംബാർ പങ്ക്ചർ എന്നാണ് പറയുന്നത്. അങ്ങനെ നട്ടെല്ലിൻ്റെ പുറകിലുള്ള ഫ്ലൂയിഡായ CSF ടെസ്റ്റ് ചെയ്ത് അതിൽ ഒലിഗോക്ലോണൽ ബാൻഡ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. രോഗലക്ഷണങ്ങൾ വെച്ചും സ്കാനും മറ്റ് പരിശോധനകളും വെച്ച് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണ് എന്ന് ഉറപ്പാക്കിയാൽ പിന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ ചികിത്സയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ ചികിത്സ പ്രധാനമായും 2 തരത്തിലാണ്. ഒന്നാമത്തേത് അറ്റാക്കിൻ്റെ ചികിത്സയാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള കാഴ്ചക്കുറവോ നടക്കുമ്പോഴുള്ള വേച്ചുപോകലോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രോഗിയെ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷനുകൾ കൊണ്ടാണ് ചികിത്സിക്കുക. 3 മുതൽ 5 ദിവസം വരെ മീഥൈൽ പ്രെഡ്നിസോലോൺ എന്ന് പറയുന്ന കുറച്ച് ശക്തി കൂടിയ ഒരു സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ നമ്മൾ രോഗികൾക്ക് കൊടുക്കും. വന്നുപോയിരിക്കുന്ന ഡാമേജ് സ്ഥിരമായ ഒരു പ്രശ്നമായി അവശേഷിക്കാതിരിക്കാനും കഴിയുന്നതും പൂർണ്ണമായി റിക്കവർ ചെയ്യാനും ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകൾ സഹായിക്കും. അഡ്മിറ്റാക്കി കൊടുക്കുന്ന ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനുകൾ പോകുമ്പോൾ
പ്രഷർ പൊങ്ങുന്നുണ്ടോ, ഷുഗർ പൊങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും സ്റ്റിറോയിഡിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അറ്റാക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാനം വീണ്ടും അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ്. ഏകദേശം 2000-ന് മുമ്പൊക്കെയാണ് എങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ചികിത്സിക്കാൻ നല്ല മരുന്നുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗം വരികയാണ് എന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങലും ബലക്കുറവും വേച്ചുപോകലുമൊക്കെയായി കാലക്രമേണ രോഗി വീൽ ചെയറിൻ്റെ ആശ്രിതനായി പോകുന്ന കാര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിന് വളരെ നല്ല മരുന്നുകൾ ലഭ്യമാണ്. ഇൻ്റർഫെറോൺസ്, റിട്ടുക്സിമാബ്, ഡൈമീഥൈൽ ഫ്യൂമറേറ്റ് എന്നൊക്കെയുള്ള മരുന്നുകൾ ആണ് നമുക്ക് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ഉള്ളത്. ചിലത് ഗുളികകളായി എടുക്കാം, ചിലത് 6 മാസത്തിലൊക്കെയുള്ള ഇഞ്ചക്ഷനുകളും ആയിരിക്കും. രോഗത്തിൻ്റെ സിവിയറിറ്റി എത്ര എന്നതിനെ ആശ്രയിച്ചാണ് ഏത് മരുന്ന് വേണം എന്നതും എത്ര കാലം ചികിത്സ വേണം എന്നുള്ളതും നമ്മൾ തീരുമാനിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എല്ലാ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് രോഗികളും ചോദിക്കും, ഞങ്ങൾ എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടതുണ്ട്? സാധാരണഗതിയിൽ 20-നും 40-നും ഇടയ്ക്ക് വയസ്സുള്ളവരിലാണ് കൂടുതലും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തുടങ്ങുക. സ്ത്രീകളിലാണ് പുരുഷന്മാരേക്കാൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് കാണുക. മാസമുറയൊക്കെ നിന്ന് 50കളിലേക്കൊക്കെ എത്തുമ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൻ്റെ സിവിയറിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സിവിയറിറ്റിയും ട്രീറ്റ്മെൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കുറഞ്ഞത് 5 വർഷമെങ്കിലും രോഗം ഇല്ലാതെ, ഒരു അറ്റാക്ക് അല്ലെങ്കിൽ റിലാപ്സ് ഇല്ലാതെ പോകുന്ന രോഗികളിലാണ് നമ്മൾ മരുന്ന് നിർത്തുന്നതിനെ പറ്റി ചിന്തിക്കുക. 5 വർഷത്തേക്ക് രോഗവും ഉണ്ടാവാൻ പാടില്ല. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പുതുതായി പാടുകളും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് അവൈലബിളായ മെഡിസിൻസ് കൊണ്ട് ശ്രദ്ധിച്ച് ചികിത്സിച്ചാൽ വളരെ നല്ല രീതിയിൽ പരിഹാരം കാണാവുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാനും വേണ്ട പരിശോധനകൾക്ക് വിധേയരായി ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാനും ശ്രദ്ധിക്കുക. നന്ദി.